നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഒരു വശത്ത് സമവായത്തിനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കന് നേരെ എത്തിയ ഒരു ഇറാൻ ഡ്രോണാണ് അമേരിക്ക വെടിവെച്ചിട്ടിരിക്കുന്നത്. ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് ഇതിനു മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക അയച്ച വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കന്റെ ഒരു ദൃശ്യം ആ പടക്കപ്പൽ ഒമാൻ തീരത്ത് എത്തും മുമ്പ് തന്നെ ഇറാൻ സൈന്യം ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിൽ വിമാനവാഹിനി കപ്പലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ദൃശ്യമായിരുന്നു. അമേരിക്കയുടെ അതീവ സുരക്ഷാ മേഖല പോലെ കടലിൽ നീങ്ങുന്ന വിമാനവാഹിനി കപ്പലിന്റെ ഇത്തരമൊരു ദൃശ്യം ഇറാൻ പുറത്തുവിട്ടതിന് പിന്നിലെ ഉദ്ദേശം USS എബ്രഹാം ലിങ്കണും തങ്ങളുടെ പോയിന്റ് ബ്ലാങ്കിലാണ് എന്നത് അമേരിക്കയെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു. നിരവധി പടക്കപ്പലുകളുടെയും നിരീക്ഷണ സംവിധാനങ്ങളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും വൻ സുരക്ഷയിൽ ഇറാനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട എബ്രഹാം ലിങ്കൺ ലോകത്തിന് മുന്നിൽ ഇങ്ങനെ അപമാനിക്കപ്പെടുമെന്ന് ഈ പടക്കപ്പൽ വ്യൂഹത്തെ പറഞ്ഞുവിട്ട സാക്ഷാൽ ട്രംപ് പോലും കരുതിയിട്ടുണ്ടാകില്ല. കാരണം ഈ സംഭവം നൽകിയ ഭയമാണ് ഒരു ഇറാൻ ഡ്രോൺ വെടിവെച്ചിട്ടതിലൂടെ മനസ്സിലാക്കുന്നത്. ഇറാനും US തമ്മിലുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് നടക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി സമ്മതിച്ചത്. നേരത്തെ തുർക്കിയിൽ വെച്ച് ചർച്ചകൾ നടക്കുമെന്നായിരുന്നു രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഒമാനിൽ വെച്ച് ചർച്ച മതിയെന്ന് US നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഖമനേയി വളരെയധികം ആശങ്കാകുലനാകണമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെ ഒരു ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ ചർച്ച വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും എന്നാൽ മേഖലയിലെ അറബ് നേതാക്കളോടുള്ള ബഹുമാനം കണക്കിലെടുത്താണ് ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതെന്നുമാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം ചർച്ചയിൽ ആണവ കരാറിന് പുറമെ മേഖലയിലെ സംഘർഷവും ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ചർച്ചയാകുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇസ്താംബൂളിൽ നിന്ന് വേദി മാറ്റണമെന്ന ഇറാന്റെ ആവശ്യം ഒടുവിൽ അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് ഒമാനിലെ മസ്കത്തിൽ നാളെ ഇറാൻ അമേരിക്ക ആണവ ചർച്ച നടക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗൾഫ് ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നയതന്ത്ര നീക്കമാണ് ഭിന്നത പരിഹരിക്കാൻ വഴി തുറന്നത്. ഇറാന് പറയാനുള്ളത് കേൾക്കണമെന്നും ചർച്ച റദ്ദാക്കരുതെന്നും ആവശ്യപ്പെട്ട് മേഖലയിലെ 9 അറബ് മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയെ സമീപിച്ചിരുന്നു. ഇവരുടെ അഭ്യർത്ഥന മുൻനിർത്തിയാണ് അമേരിക്ക വഴങ്ങിയതെന്നും US മാധ്യമം ആക്സിയസ് റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് മേഖലയിൽ വൻ സൈനിക സന്നാഹങ്ങൾ തുടരുന്നതിനിടെയാണ് മസ്കത്തിൽ ഇറാൻ അമേരിക്ക നിർണായക ചർച്ച നടക്കുന്നത്. പുതുതായി മറ്റൊരു ആണവ കേന്ദ്രം കൂടി തുറക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും വേണ്ടി വന്നാൽ ഇവിടെയും പോർ വിമാനങ്ങൾ അയച്ച് ബോംബ് വർഷിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. നേരത്തെ അമേരിക്ക തകർത്ത ആണവ കേന്ദ്രത്തിൽ എത്തിച്ചേരാനുള്ള ഇറാൻ ശ്രമം ഇനിയും വിജയിച്ചില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടി ഉൾപ്പെടുത്താതെ ഇറാനുമായുള്ള ചർച്ച ഫലപ്രദമാകില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഇറാനെ നേരിടുന്നത് സംബന്ധിച്ച പല മാർഗങ്ങളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഗണനയിലുണ്ടെന്നും ഇറാനുള്ള മുന്നറിയിപ്പ് എന്നോണം US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. പ്രതിരോധത്തിനപ്പുറം ശക്തമായ പ്രത്യാക്രമണ ശേഷി കൂടി കൈവരിക്കാൻ കഴിഞ്ഞ ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ ശത്രുവിന് എളുപ്പമാകില്ലെന്നും ഇറാൻ സൈനിക മേധാവി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ടെല്ലവീവിൽ എത്തിയ US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി വിശദ ചർച്ച നടത്തി. ഇറാനുമായുള്ള ചർച്ചയിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചയിൽ ഇറാൻ പ്രശ്ന വിഷയമായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അമേരിക്കയും അവരുടെ കപ്പൽ പടയെയും ഭയപ്പെടുന്നില്ല എന്ന സന്ദേശം മാത്രമല്ല, ആക്രമിക്കാൻ തയ്യാറാണെന്ന മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഇറാൻ ഡ്രോൺ പറത്തിയിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചയിൽ പോലും ഇറാൻ സേനയ്ക്ക് താല്പര്യമില്ല എന്നതാണ് വസ്തുത. അറബ് രാജ്യങ്ങളും റഷ്യയും മുൻകൈ എടുത്ത് നടക്കുന്ന ചർച്ചയായതിനാലാണ് ഇറാൻ സുപ്രീം ലീഡറും ഈ ചർച്ചയെ എതിർക്കാതിരിക്കുന്നത്. എങ്കിലും ഇറാന്റെ അഭിമാനം പണയം വെച്ചുള്ള ഒരു തീരുമാനത്തിനും തങ്ങളെ കിട്ടില്ലെന്ന് ഇറാൻ ഇതിനകം തന്നെ വ്യക്തമാക്കി
വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സമവായ ചർച്ചകൾ പൂർണ്ണമായും പൊളിയാൻ സാധ്യതയില്ല. ചർച്ച നടക്കേണ്ടതും ഏറ്റുമുട്ടൽ ഒഴിവാക്കേണ്ടതും ഇപ്പോൾ അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. ഇറാൻ ഒരു അറ്റാക്ക് പൊസിഷനിലേക്ക് നീങ്ങുമെന്നത് വെല്ലുവിളിക്കുമ്പോൾ ട്രംപും ഓർത്തിട്ടുണ്ടാകില്ല. അതല്ലെങ്കിൽ ഇറാന്റെ സൈനിക കരുത്ത് അളന്നതിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് തന്നെ പറഞ്ഞ് വിലയിരുത്തേണ്ടതായി വരും. അമേരിക്ക വെടിവെച്ചിട്ടത് ഒരു നിരീക്ഷണ ഡ്രോണാണ്. എബ്രഹാം ലിങ്കണിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് ഈ ഡ്രോൺ വെടിവെച്ചിട്ടിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലിന്റെയും അതിലെ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധം എന്ന നിലയിലാണ് നടപടിയെന്നാണ് US സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടീം ഹോക്കിൻസ് പറയുന്നത്. ഡ്രോൺ അടുത്തു വരുമ്പോൾ കപ്പൽ ഇറാനിയൻ തീരത്ത് നിന്ന് ഏകദേശം 500 മൈൽ അകലെയായിരുന്നു എന്നതും ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഡ്രോൺ എന്തിനാണ് കപ്പലിനെ സമീപിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ക്യാപ്റ്റൻ ടീം ഹോക്കിൻസ് തന്നെ പറയുമ്പോൾ ഇറാൻ സേന വെളിപ്പെടുത്തുന്നത് അമേരിക്ക വെടിവെച്ചിട്ടു എന്ന് പറയുന്ന നിരീക്ഷണ ഡ്രോൺ നൽകിയ വിവരങ്ങൾ ഇറാന്റെ പക്കൽ സുരക്ഷിതമാണെന്നാണ്. ഇക്കാര്യം ഇറാനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ F-35C സ്റ്റെൽത്ത് യുദ്ധവിമാനം ഡ്രോൺ വെടിവെച്ചിടുന്നതിന് മുൻപ് തന്നെ ഡ്രോണിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങൾ ഇറാന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം എബ്രഹാം ലിങ്കൺ എന്ന വിഖ്യാതമായ പടക്കപ്പലിനൊപ്പം മറ്റ് 3 കപ്പലുകളും സജ്ജമാണെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചബഹാർ തുറമുഖത്ത് നിന്ന് ഏതാണ്ട് 1400 കിലോമീറ്റർ അകലെയാണ് ഈ കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ ഒരു ഡ്രോൺ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത് എന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അമേരിക്ക ഡ്രോൺ വെടിവെച്ചിട്ടെങ്കിലും അതിൽ നിന്നുള്ള വിവരങ്ങൾ തങ്ങൾക്ക് സുരക്ഷിതമായി ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇറാന്റെ വാദം. കൂടാതെ മറ്റ് 2 ഡ്രോണുകൾ കൂടി വിക്ഷേപിച്ചതായും അമേരിക്കൻ പടക്കപ്പലുകളുടെ ഓരോ ചലനവും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിൽ എബ്രഹാം ലിങ്കണ് പുറമെ 12 വെസലുകളും 3 യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കൃത്യമായ വിവരങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് മേൽ ഒരു മാനസിക ആധിപത്യം സ്ഥാപിക്കാനുള്ള ഇറാന്റെ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു.